ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത്രയും ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗൊന്നും നമ്മളുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടില്ല. നമ്മുടെ ചാനലിൽ ഉള്ള വീഡിയോസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26 ഡിസംബർ ആണ്, ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം. അപ്പോൾ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇത്ര ഹെക്ടിക് ആയിട്ടുള്ള ദിവസങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആവുന്ന ഒരു ഡേ ആട്ടോ 26. ന്യൂ ഇയറിനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടില്ല, എന്നാൽ ക്രിസ്മസ് ജസ്റ്റ് ഒന്ന് കഴിയുകയും ചെയ്തു, അങ്ങനെയുള്ള ദിവസം. അപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് മടിയൊക്കെ ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഒരു 9:30 10 ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം ഹെയർ ആണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, വലിയ ഹെയർ കെയർ ഒന്നും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടൊന്നും ഞാൻ അധികം കാര്യമായിട്ട് ചെയ്യാറില്ല. മടി കാരണം ഹെയർ പ്ലേറ്റ് ചെയ്യാൻ പോലും എനിക്ക് മടിയാണ്. അപ്പം ഹെയർ ഞാൻ ജസ്റ്റ് ഒരു ക്രാബ് ഇട്ട് വെച്ചിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും അത്ര അധികം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഹീലിംഗ് പീരിയഡിലൂടെയാണ് എൻ്റെ സ്കിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി സ്കിൻ കെയർ പ്രോഡക്ട്സ് മാറി യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി ആക്നേസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫേസിൽ. ഈ വാസ്ലിൻ യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ഒരുപാട് കുറഞ്ഞത്. ഇപ്പോൾ ഡേ ടൈമിലേക്കാൾ കൂടുതൽ ആക്ച്വലി രാത്രി ഉറങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ നന്നായിട്ട് ഫേസിൽ കംപ്ലീറ്റ് വാസ്ലിൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാസ്ലിനാണ് എൻ്റെ ഒരു എന്താ പറയുക ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്, സ്കിന്നിന് വേണ്ടിയിട്ടുള്ള അത്രയും എഫക്റ്റീവ് ആട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വിന്റർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക തണുത്ത് കാറ്റടിക്കും. അപ്പോൾ സ്കിൻ വളരെയധികം ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഡേ ടൈമിൽ വാസ്ലിൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഹെവി ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെൽത്തിയും അത് മാത്രമല്ല കുറച്ച് ലൈറ്റായിട്ടും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ആ ദിവസം രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. എഗ്ഗും ബ്രെഡും ഏത്തപ്പഴവും. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വർക്ക് സ്റ്റേഷൻ ഉണ്ട് എനിക്കിവിടെ വീട്ടിൽ. എൻ്റെ ഒരു ചെറിയ ഹോബിയാണ് ക്യാൻഡിൽ മേക്കിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം മുന്നേ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇനി പുതിയ എലമെന്റ്സ് ആഡ് ചെയ്യാം അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് എന്താ പറയുക ഫ്ലോറൽ കൈൻഡ് ഓഫ് ക്യാൻഡിൽസ് ആണ്, ഫ്ലോറൽ ടച്ചുള്ള ക്യാൻഡിൽസ് ആണ്. ഉണ്ടാക്കി പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചുമ്മാ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. പക്ഷെ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ. കാരണം റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. റോസസ്, ഡെയ്സീസ്, ലോട്ടസ്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇപ്പോൾ തൽക്കാലം ചെയ്തിട്ടുള്ളത്. ഇതും ഈ പറയുന്ന പോലെ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. പക്ഷെ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതെ, വാക്സ് മെൽറ്റ് ചെയ്യിക്കുന്നതാണെങ്കിലും അത് മോൾഡിൽ ഇടുന്നതാണെങ്കിലും ഒക്കെ. പക്ഷെ ഇതിന് ചെറിയ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ഉണ്ട്, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആ ട്രിക്സും ടിപ്സും ഒക്കെ ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാൻഡിലൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, എങ്ങനത്തെ കളർ കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണേ. ഇതാണിപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ക്യാൻഡിൽ, ഒരു ജാർ ക്യാൻഡിലാണ്. അപ്പോൾ ഇതിലേക്ക് വാനിലയുടെ ഫ്രേഗ്രൻസ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ബോയിൽ ചെയ്തിട്ടുള്ള മെൽറ്റ് ചെയ്തിട്ടുള്ള വാക്സ് ഞാൻ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്, പോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കുറച്ച് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ചിലപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ മേത്തൊക്കെ വീണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ വേണം നമ്മൾ ഫ്രേഗ്രൻസ് ഓയിൽ അതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാൻഡിൽ മേക്കിങ്ങിൻ്റെ വീഡിയോസ് വേണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ക്യാൻഡിൽ മേക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്യാം. പിന്നെ ഫ്ലോറൽ അല്ലാതെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 60% ഇത് ഡ്രൈ ആയിട്ടുണ്ട്, ലൈക്ക് സെറ്റായിട്ടുണ്ട്. 60% സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫൈനൽ ടച്ചസ് ഉണ്ട്. അപ്പോൾ ഈ പാനിലാണ് ഞാൻ എൻ്റെ വാക്സ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഒരു ക്യാൻഡിലും കൂടെ പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കോട്ടെ. ഇപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും കിച്ചണിലൊന്ന് നോക്കിയപ്പോഴത്തേക്കും മമ്മി എന്തോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. തേങ്ങാച്ചാറാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ എന്താ പറയുക ഹെവി ആയിട്ടില്ലേ നമ്മൾ കഴിച്ച മീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് തേങ്ങാച്ചാറും പിന്നെ അനിയത്തി ഫിഷും ആണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരോട് രണ്ടുപേരോടും കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് നോക്കി പോവാട്ടോ ഞാൻ.
അപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്കിവിടെ വാഴയുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീട്ടിലുള്ള വാഴയാണ്, അത് കുലച്ചിട്ടില്ല. അപ്പോൾ 2 നേരം ഇപ്പോൾ ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഴയ്ക്ക് വളമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇനി കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ വാഴയുടെ വളം ഇട്ടേക്കുന്നതുകൊണ്ട് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാണ്. പിന്നെ അത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം വീടിൻ്റെ വരാന്തയിൽ വന്നിങ്ങനെ പുറത്തേക്ക് നോക്കി. നല്ല ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം നോക്കി ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ, ആ ഒരു വ്യൂ ഒക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഒരുപാട് സമയം അത് നോക്കിയിരിക്കാൻ പറ്റില്ല, നല്ല വെയിലും ചൂട് കാറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയം നോക്കിയിരിക്കാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ വാസലിനൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നുണ്ട്, പെട്ടെന്ന് ടാൻ ആവും. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും അകത്തേക്ക് പോകണം. അപ്പം അകത്തുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുവാണ്, മമ്മിയൊക്കെ എന്ത് ചെയ്യുവാണ് നോക്കി പോവാണ്. അപ്പം നോക്കിയപ്പം അനിയത്തി റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ചില്ല് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമോ അങ്ങനെ എന്തൊക്കെയോ നോക്കിയിട്ട് ചില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ മമ്മി കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാത്രം കഴുകും അങ്ങനെ എന്തോ ആണ്. പിന്നെ ആൻസീനെ നോക്കിയപ്പോഴാണെങ്കിൽ പഠിക്കുകയാണ്. ആൻസി നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫൈനൽ ഇയർ ആണ്, അപ്പോൾ എക്സാം ആണ്. അപ്പോൾ ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാനും ജോയ്സിയും കൂടെ മുകളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എൻ്റെ വർക്ക് സ്റ്റേഷനിൽ ക്യാൻഡിൽ മേക്കിങ്ങിൻ്റെ സംഭവം നോക്കുമായിരുന്നു. അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ക്യാൻഡിൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ക്യാൻഡിൽ മേക്കിംഗ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എയർ ട്രാപ്പാവും. അപ്പോൾ അതെങ്ങനെ അതെങ്ങനെയാണ് ശരിയാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇത് എയർ ട്രാപ്പായിട്ടാണ് അങ്ങനത്തെ ഒരു പാടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും വരാൻ പാടില്ല, നീറ്റായിട്ട് വേണം അത് വരാൻ. അപ്പോൾ എയർ എങ്ങനെ കളയാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി കുറച്ച് സമയം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ നിന്നൊരു സ്മെല്ല് വന്നു. അപ്പോൾ കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും ആൻസി നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്ന ശേഷം ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ലഞ്ച് കഴിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കാണണം, ചിലപ്പോൾ മൊബൈലായിരിക്കാം അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞാനും ജോയ്സിയും കൂടെ എന്താ പറയുക കൊറിയൻ ഡ്രാമ കണ്ട് ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഒരു 1 hour സൈക്ലിംഗ് ചെയ്യുന്ന ഒരു ശീലം ഇപ്പം കുറച്ച് നാളുകളായിട്ട് എനിക്കുണ്ട്. അപ്പം ഞാനും ആൻസിയും കൂടെ ഒരു 1 hourലേക്ക് സൈക്ലിംഗ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാന്തയിൽ വൈകുന്നേരം വന്നിരുന്ന് ഞങ്ങൾ വർത്താനം പറയാറുണ്ട്. എല്ലാ ദിവസവും പോലെ ഇന്നും അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ നന്നായിട്ട് നല്ല കൊതുകുണ്ട് ഗൈസ്, ഇവിടെ ഭയങ്കര കൊതുകാണ്. എന്നാലും കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഇപ്പം ഈ ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടില്ലേ സംസാരിച്ചിരിക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥന ചൊല്ലി എല്ലാവരും കൂടെ കുറച്ച് സമയം കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്തുതിയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഡിന്നർ ആക്ച്വലി കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അത് കഴിഞ്ഞ് ഡിന്നറും കഴിച്ചു കേട്ടോ. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ വർക്ക് സ്റ്റേഷനിൽ വന്നത്. എന്തായി നമ്മുടെ ക്യാൻഡിൽ എന്ന് നോക്കാൻ. ഈ ജാർ ക്യാൻഡിൽ എനിക്ക് ഇത്തിരി പണി തന്നു. ഇത് വീണ്ടും ഇതിൽ എയർ എത്ര എയർ കളഞ്ഞിട്ടും എയർ വീണ്ടും ഒത്തിരി എയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഒത്തിരി തവണ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും അത് ശരിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ കുറച്ച് ഫിനിഷിങ് ടച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു ഫ്ലോറൽ ടച്ചിലാണ് ചെയ്യുന്നത്. ഇപ്പം ഉണ്ടാക്കുന്നതെല്ലാം കുറച്ചൊരു ഫ്ലോറൽ രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇതുപോലെ എന്താ പറയുക ഫ്ലവേഴ്സിൻ്റെ കുറച്ച് വാക്സ് തന്നെ ഫ്ലവേഴ്സിൻ്റെ ചെറിയ പീസസ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇത് കണ്ടോ, ഇതിങ്ങനെ എയർ ട്രാപ്പ് അയക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എന്നിട്ട് അത് അതിൻ്റെ ഒരു ക്യാപ്പിട്ട് അടച്ചു വെച്ചു. ഇത് രണ്ടാമത്തെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ജെൽ ക്യാൻഡിലാണ്. ഒരു റെഡിഷ് ഓറഞ്ച് കളറിലത്തെ ഒരു ജെൽ ക്യാൻഡിലാണ് രണ്ടാമത് ഉണ്ടാക്കുന്നത്. ഈ ജാറിലാണ് ഉണ്ടാക്കുന്നത്. ഇതും ഒരു ഫ്ലോറൽ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും ഇതുപോലെ പോർ ചെയ്തിട്ട് സെറ്റ് ആവാൻ വെച്ചിട്ട് കുറച്ച് സമയം ഈ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ക്ഷമയില്ല. അപ്പോൾ ഞാനും ജോയ്സിയും കൂടെ കൊറിയൻ ഡ്രാമയും പിന്നെ ഐസ്ക്രീമൊക്കെ കൊറിയൻ ഡ്രാമ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയത്തേക്ക്. അത് അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ക്ഷമയില്ല, ഞാൻ ഇതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നശിപ്പിക്കും. അങ്ങനെ വീണ്ടും ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ജാറ് സെറ്റായിട്ടുണ്ട്, ക്യാൻഡിലൊക്കെ സെറ്റാണ്, എല്ലാം ഓക്കെ ആയി. ഇതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ചൂടുള്ള എയർ വരുന്നൊരു ബ്ലോവറാണ്. അപ്പോൾ അത് വെച്ചിട്ട് വാക്സ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ടോപ്പിങ്സ് വെക്കാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വാക്സ് വെച്ചിട്ട്. അപ്പോൾ അത് മുകളിൽ ഫിക്സ് ചെയ്യാണ് വൈറ്റ് കളറിൽ. ഒരു ക്രിസ്മസ് തീമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ആകെ ഒരു കളറേ ഉള്ളൂ, അതൊരു യെല്ലോ കളറാണ്. അത് നമ്മൾ അധികം ഒഴിച്ചാൽ ഒരു ഓറഞ്ചിഷ് കളർ വരും അങ്ങനെ. അപ്പോൾ ആ കളർ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും തൽക്കാലം ചെയ്തത്. കാരണം നമ്മൾ പഠിക്കുന്നില്ലേ ഉള്ളൂ, അധികം കാര്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഈ ക്യാൻഡിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ 2 ക്യാൻഡിൽസാണ്. 2 ക്യാൻഡിൽസിൻ്റെയും എന്താ പറയുക
ഒരുമിച്ചുള്ള വീഡിയോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അടുത്ത് തന്നെ. അപ്പോൾ അതിനകത്ത് ഏത് ക്യാൻഡിലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ജെൽ ക്യാൻഡിലാണോ ഇഷ്ടം എന്നൊക്കെ പറയണം. ഈ 2 ക്യാൻഡിലിനെയും ഫ്രേഗ്രൻസ് വാനില തന്നെയാണ്. പിന്നെ കൂടുതൽ ഫ്രേഗ്രൻസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്രേഗ്രൻസ് ഇട്ടിട്ട് പുതിയ പുതിയ ക്യാൻഡിൽസ് ഒക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഏത് ക്യാൻഡിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്, എങ്ങനത്തെ ഫ്രേഗ്രൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു ക്യാൻഡിൽ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് സമയം ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എനിക്കെന്താണെന്ന് അറിയില്ല, ഈ വർക്ക് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ അങ്ങനെ ഒത്തിരി സമയം ഞാൻ ഇവിടെ ചിലവഴിക്കാറുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാറില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇതിൻ്റെ ജാറിൻ്റെ ക്യാപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് സമയം ഇനി നാളെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണോ, നാളെ ഇനി എന്തൊക്കെ ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കി പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് വീഡിയോസ് എടുത്ത് നോക്കി. എനിക്ക് ആ റോസ് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ആ കളർ കോമ്പിനേഷനൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അതിങ്ങനെ സൈഡിലൊക്കെ വെച്ചേക്കണേ. അങ്ങനെ അതൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങനെ കണ്ട് കുറേ നേരം ആസ്വദിച്ച് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരുപാട് സമയമായി ഇപ്പോൾ തന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 10:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സമയം വരെ ഞാനിവിടെ വർക്ക് സ്റ്റേഷനിൽ തന്നെയായിരുന്നു. എൻ്റെ ഒരു ദിവസത്തിലെ കൂടുതൽ സമയവും ഈ വർക്ക് സ്റ്റേഷനിൽ തന്നെയാണ് ഞാൻ ചിലവഴിക്കാറ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ്. കാരണം വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. മാത്രമല്ല നമുക്ക് റിസൾട്ട് അപ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ താഴെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഡാഡി മമ്മി TV കാണുന്നുണ്ടായിരുന്നു. ആൻസി വീണ്ടും പഠിക്കുമായിരുന്നു രാത്രി. അപ്പോൾ അവളെ പിന്നെ വീണ്ടും ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ വേഗം പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ഗായ്സ്, ഗുഡ് നൈറ്റ്.